CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിച്ച് മുൻമന്ത്രി വീണ ജോർജ് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും നിർബന്ധിച്ച് മത്സരിപ്പിച്ചുവെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിൽ ചില പാർട്ടി നേതാക്കൾ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും വിമർശനമുണ്ടായി. എല്ലാ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരും അല്പസമയത്തിനകം. നേരത്തെ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മറ്റും വീണ ജോർജിനെതിരെ അതിനിശിതമായ വിമർശനം ഉയർന്നിരുന്നു. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത മന്ത്രി, പ്രവർത്തകർക്ക് പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, അവരുടെ പല പെരുമാറ്റങ്ങളും പൊതുമധ്യത്തിൽ സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് വിമർശനം ഉയർന്നത്. അതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ്, മുൻ മന്ത്രി കൂടിയായ വീണ ജോർജ് പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശശിനാരായണൻ, ഇതിപ്പോൾ നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ ജോർജിൻ്റെ കുടുംബത്തിന് വീണ ജോർജ് മത്സരിക്കുന്നതിൽ താല്പര്യമില്ല, അത്തരം ചില നിർദ്ദേശങ്ങൾ പാർട്ടി അറിയിച്ചു എന്നും മറ്റും. പക്ഷേ അതൊന്നും അന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ ജോർജ് തന്നെ പറയുന്നു താൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന്, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ മത്സരത്തിന് മുമ്പ് തന്നെ വീണ ജോർജ് മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം വീണ ജോർജിന്റെ കുടുംബം, ഭർത്താവ് തന്നെ ഇക്കാര്യം കത്ത് മുഖേന പാർട്ടിയെ അറിയിച്ചിരുന്നു, ജില്ലാ സെക്രട്ടറി അറിയിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് സ്ഥിരീകരിക്കാത്ത വാർത്തയായി പിന്നീട് അത്തരം സംഭവങ്ങളില്ല പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ ജോർജിനെ മത്സരരംഗത്ത് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് വീണ ജോർജ് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ആവർത്തിച്ചത്. മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പാർട്ടി അറിയിച്ചിരുന്നു, മത്സരിക്കാൻ മറ്റാരുമില്ല, അതുകൊണ്ട് മത്സരിക്കണമെന്ന് പാർട്ടി നേതൃത്വം തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത്. ആ മത്സര സമയത്ത് തന്നെ പല വിഷയങ്ങളും ഉണ്ടാകുന്നു, അതെല്ലാം ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വീണ ജോർജ് സൂചിപ്പിക്കുന്നത്. അത് പ്രധാനമായും പറയുന്നത് ഈ മണ്ഡലം സെക്രട്ടറി സ്ഥാനം, ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഓമല്ലൂർ ശങ്കരനാണ് ആറന്മുളയിൽ വഹിച്ചിരുന്നത്. പക്ഷെ ആ ഓമല്ലൂർ ശങ്കരൻ ആ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു. ഇതെല്ലാം വോട്ടർമാർക്കെതിരെയും ചില ആശങ്കകളും ചില സംശയങ്ങളും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തോറ്റത്. ഒപ്പം തന്നെ തോൽപ്പിക്കാനായി ചില നേതാക്കൾ ശ്രമിച്ചു എന്നുള്ള വിമർശനം കൂടി ചില അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ വീണ ജോർജിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും ചില അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഇതിലെ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തനിക്ക് ഈ മത്സരത്തിൽ ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടും നേതൃത്വം തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണ് ഇതിനെല്ലാം കാരണമെന്നുള്ള രീതിയിലാണ് വീണ ജോർജ് ഇന്നലെ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയത്. ഏതായാലും സംസ്ഥാന നേതൃത്വ കാര്യങ്ങൾ അറിയിക്കുമെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് വീണ ജോർജ് ഈ ജില്ലാ കമ്മിറ്റിയിൽ പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അംഗങ്ങളുടെ വിമർശനത്തിന് അതിരൂക്ഷമായ ഭാഷയിൽ അവർ മറുപടി പറഞ്ഞു. പാർട്ടി തന്നോട് സഹകരിച്ചില്ല, മത്സരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും പ്രചരണത്തിൽ കാര്യമായി പങ്കെടുത്തില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മുൻമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ.